ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുപ്രീം ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ പഴയ വണ്ടികളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വാഹനങ്ങൾ വളരെ ഇഷ്ടമാണ്. ചിലവർക്കാണെങ്കിൽ വാഹനം സ്വന്തമായിട്ടുണ്ട്, ചിലവരാണെങ്കിൽ വാഹനം വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരുമാണ്. അപ്പം വാഹനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വസിക്കുന്ന ചില ഒരു ഭാഗങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകുന്നത്. അതായത് ഉപയോഗശൂന്യമായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കുറേ നാൾ ഇട്ടിരിക്കുന്ന കുറച്ച് വണ്ടികളുടെ വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു വാഹനങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതൊരു സ്കോർപ്പിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് മണ്ണും അഴുക്കൊക്കെ പിടിച്ച് ശരിക്കും എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് വണ്ടി. അത്യാവശ്യം ബോഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക, ഡാമേജ് ഒന്നും സംഭവിക്കാത്ത പോലെ തോന്നുന്നു. അതായത് ആക്സിഡൻ്റ് ഒന്നും സംഭവിക്കാത്തൊരു വണ്ടി പോലെ തോന്നുന്നു. നോക്കി ഫ്രണ്ട് വീലിൻ്റെ അകത്തൊക്കെ നല്ല ശരിക്കും മണ്ണൊക്കെ ശരിക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൊക്കെ വയറിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. ചിലപ്പം മുഴുവൻ മണ്ണും എലിയും അത് എല്ലാം കടിച്ച് നാശമാക്കിയിട്ടുണ്ടാകും. നമുക്ക് വീലൊക്കെ താഴ്ന്നിരിക്കുകയാണ്, കുറേ നാളായിട്ട് നിർത്തിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. നോക്കി ഇവിടെയൊക്കെ കുറേ മൺകൂനകൾ വേസ്റ്റൊക്കെ കിടക്കുന്ന ഏരിയയിലാണ് ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. ആരുടെയാണെന്ന് അറിയാൻ പാടില്ല. നോക്കിക്കേ, ഇതാണ് വണ്ടി. ഒരു കാലത്തെ ഒരു രാജാവ് തന്നെയായിരുന്നു നമ്മുടെ സ്കോർപ്പിയോ എന്ന് പറയുന്നത്. അത് എന്താ റോഡിൽ അതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മളെ എടുത്തറിയിക്കുന്നതായിരുന്നു. കുറേ ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാഹനം കൂടിയായിരുന്നു സ്കോർപ്പിയോ. അതിൻ്റെ ഒരു ഡിസൈനൊക്കെ ആ സമയത്ത് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണെന്ന് പറയാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്നത് അറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, ഇതിന് എന്തെങ്കിലും ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. ഇത് ഏകദേശം 2010 ഒരു മോഡൽ വണ്ടിയാണെന്ന് തോന്നുന്നു. നോക്കി ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മൾ അടുത്ത ഏതെങ്കിലും വണ്ടി കിട്ടുമെന്നും പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നോക്കുന്നത്, ഇത് കണ്ടോ, നമ്മുടെ ഒരു ഓട്ടോ കിടപ്പുണ്ട്, അതിൻ്റെ മുമ്പിലായിട്ട് ഒരു ഡസ്റ്റർ കിടപ്പുണ്ട്. നോക്കിക്കേ, വണ്ടി നോക്കുകയാണെങ്കിൽ കുറേ നാൾ നിർത്തിയിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് കാണുന്നത്. അതുപോലെ നല്ലപോലെ പൊടി അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം നല്ലപോലെ വിസിബിൾ ആണെന്ന് നമുക്കറിയില്ല, എന്നാലും നല്ല ഒരു വണ്ടിയാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 2014 വണ്ടിയാണ്. കുറേ നാളായിട്ട് ഇതിന് കിടക്കുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇത് റോഡിലേക്ക് കിടക്കുന്നത് കണ്ടിട്ടുമുണ്ട്. സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിലും ഇത് ബോഡിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ഒക്കെ തന്നെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ കുറേ നാളായിട്ട് വണ്ടി ഉപയോഗിക്കുന്നില്ല. ഒരു പക്ഷേ ചിലപ്പം എന്താ പറയുക, ഇതിൻ്റെ ഒരു നമ്മുടെ ലോണൊക്കെ അടക്കാതൊക്കെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പം ചില കമ്പനികളുടെ പേരിലൊക്കെ ആയിരിക്കും വണ്ടികളുണ്ട്. ആ സമയത്ത് പാർട്ട്ണറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു വണ്ടി ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെക്കാനിക്കൽ റിലേറ്റഡ് ഉള്ള പ്രോബ്ലം കൊണ്ടായിരിക്കാം. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത വണ്ടി നോക്കുന്നത്, ഇവിടെ നമുക്കൊരു വാഷിംഗ് സെൻ്ററൊക്കെ ആണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വാഷിംഗ് ചെയ്യുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിലെ കൂടി നമ്മൾ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പം റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. അപ്പം അവിടെ ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നമ്മളിപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു XUV7 ഇവിടെ പോകുന്നുണ്ട്. നോക്കി ഇവിടെ നമുക്കൊരു ടിയാഗോ പോകുന്നു. ഇതാണ് ഈ റോഡിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമോ എന്ന് നോക്കാം. ഇതൊരു ഹാരിയർ നമുക്ക് ഇതിലെ കൂടി പോകുന്നത് കാണാം. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ഇതേ കിടക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു മാരുതി വാൻ കാണാവുന്നതാണ്. ഇത് കുറേ നാളായിട്ട് ഞാനും കാണുന്നതാണ്, റോഡിൻ്റെ സൈഡിലേക്ക് നിർത്തിയിട്ടിരിക്കുന്നത്. ഇതും ഉപേക്ഷിച്ച നിലയിലാണ്, ഇത് ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സാധാരണയുള്ള ചെറിയ ചെറിയ ഫാക്ടറീസ് ഉണ്ട്. മേ ബി അവിടെ ഉപയോഗിക്കുന്ന വാഹനങ്ങളായിരിക്കും ചിലപ്പം. ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ഒരു RCയുടെ ഒരു കാലാവധി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂ കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു വണ്ടി ഉപയോഗിക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പല വണ്ടികളും ഇങ്ങനെ പല റോഡുകളുടെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിലുള്ളത് പോലെ അല്ല. ബാംഗ്ലൂർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും വണ്ടികൾ റോഡിൻ്റെ സൈഡിലും മറ്റുമാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ ഈ ഒരു റെഡ് കളർ വണ്ടി നമുക്കിവിടെ കാണാം. ഇതൊരു KL രജിസ്ട്രേഷൻ വണ്ടിയാണ്, I10 ആണ്. അപ്പോൾ ഇതിനൊരു ബ്ലാക്ക് കളർ ഒരു അലോവിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്കുള്ള വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു പോയപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഉപയോഗശൂന്യമായ വണ്ടികളുണ്ടെങ്കിൽ, ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന വണ്ടികളുണ്ടെങ്കിൽ, അത് ചെറിയ വിലയ്ക്ക് അത് പണിഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൊടുക്കുന്നതല്ലായിരിക്കും. ഇതുപോലെ ഇട്ട് വണ്ടി നശിപ്പിക്കുന്നത് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയി കാണാം.